ഹലോ ഫ്രണ്ട്സ്, ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. കുറേ നാളായല്ലോ നമ്മളൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്. ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്തു വെച്ചതാണ് കേട്ടോ. എഡിറ്റ് ചെയ്യാനുള്ള മടി, അതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് നാളായിട്ട് എൻ്റെ മൈൻഡ് അത്രയ്ക്ക് ശരിയല്ല കേട്ടോ. എന്തൊക്കെയോ ചില കാരണങ്ങൾ എൻ്റെ മൈൻഡിൽ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നായിക്കില്ല. അതൊക്കെ മൈൻഡിൽ നിന്ന് എടുത്ത് കളഞ്ഞ് നന്നാവാമെന്ന് വിചാരിക്കുമ്പോൾ എങ്ങനെ പോയാലും ചുറ്റിത്തിരിഞ്ഞ് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തട്ടി നിൽക്കുന്നുണ്ടാകും. പണ്ടേ ഞാൻ അങ്ങനെയാണ്, എനിക്ക് പെട്ടെന്നെല്ലാം ഫീൽ ചെയ്യും. ആ ഒരു മൈൻഡ് ശരിയല്ല എന്ന് എനിക്കും തോന്നാറുണ്ട്. ചിലപ്പോൾ കൂടെ ഉള്ളവരും നീ ഒന്ന് ബെറ്റർ ആവുമെന്ന് പറയാറൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, ഓരോ മൈൻഡിലല്ലേ ദൈവം ഓരോരുത്തരെ സൃഷ്ടിച്ചിട്ടല്ലേ. ചിലർക്ക് എത്ര വലിയ കാര്യമാണെങ്കിലും അതിനെ തരണം ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടായിരിക്കും കേട്ടോ. എന്നാൽ ചില മനുഷ്യന്മാർക്ക് ചെറിയ കാര്യത്തെ പോലും തരണം ചെയ്യാനുള്ളൊരു ശക്തി ഉണ്ടാവില്ല. ഈ പറഞ്ഞ കൂട്ടത്തിലാണ് ചില ടൈമിൽ ഞാൻ കേട്ടോ. അപ്പോൾ ആ വിഷയം അവിടെ നിൽക്കട്ടെ കേട്ടോ. ഇന്നത്തെ വിഷയം അതൊന്നുമല്ല. നമുക്ക് ഈ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാട്ടോ. വേസ്റ്റ് ആകുന്ന ഏത് മെറ്റീരിയൽസ് വെച്ചിട്ടും നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ 10 ഐറ്റംസ് മാക്സിമം ഉണ്ടാക്കാനാണ് TTCയിലുള്ളൊരു വർക്കാണ് കേട്ടോ ഇത്. ചിലതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാനുള്ളൊരു സന്ദർഭം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ചാനലിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ എടുത്തേക്കാം. അപ്പുറത്തത് മോൻ്റെ തല കാണുന്നുണ്ട് കേട്ടോ. അവനവിടെ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് ഒരു പേനയും ബുക്കൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഇരുന്ന് അമ്മ ഞാൻ പഠിക്കും കേട്ടോ പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ വർക്ക് ചെയ്തിട്ട് ബാക്കിയായി വന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണിത്. അപ്പോൾ അത് വെച്ച് എങ്ങനെ ഒരു ഫ്രെയിം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ ഈ സ്കൂളിലൊക്കെ പിള്ളേർക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫ്രെയിമൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാറുണ്ടല്ലോ. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മക്കളെ ഫോട്ടോ എടുപ്പിക്കുക. അപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ കളർ കടലാസൊന്നും ഇല്ല. മുന്നേ വന്ന പേപ്പറിൻ്റെ വേസ്റ്റായിട്ടുള്ള കുറച്ച് പേപ്പേഴ്സൊക്കെ എടുത്ത് വന്നിരിക്കുകയാണ്. നമുക്കൊരു ഫ്രെയിമിൻ്റെ രൂപത്തിൽ ഒന്ന് ചതുരത്തിൽ അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ഓറഞ്ച് പേപ്പറുണ്ട്, അതുപോലെ തന്നെ ബ്ലൂ ഉണ്ട്, റോസ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഇതൊക്കെ പിന്നെ നല്ലൊരു റോസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ലൈറ്റ് റോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് A4 ഷീറ്റുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് ചെറുതാക്കി കട്ടാക്കി എടുക്കുകയാണ്. ഇതൊക്കെ ഉണ്ടാക്കാൻ ടൈമുള്ളവർക്ക് ഇതിലും ബെറ്ററായിട്ട് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ ഒരു പരിമിതിയിൽ നിന്നിട്ട് എത്ര സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നോ അത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന വർക്കാണ് കേട്ടോ സെർച്ച് ചെയ്ത് ചെയ്യണത്. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു ഈ ഒരു ഇത് ചെയ്യാൻ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്. ചില ടൈമിൽ ഇത് കംപ്ലീറ്റ് ആവണതിന് മുമ്പ് തന്നെ മോനോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ആവശ്യമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് നീക്കേണ്ടി വരും. ചെയ്യുന്നൊരു വർക്ക് കംപ്ലീറ്റ് ആക്കാഞ്ഞാൽ പിന്നെ അതുമ്മയ്ക്ക് നമ്മൾ ഇരിക്കണമെങ്കിൽ വീണ്ടും കുറേ ടൈം എടുക്കും. അപ്പം അതാണ് പറഞ്ഞത്, ഇതൊക്കെ ചെയ്യാൻ ടൈമുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാൻ ഈസിയാണ് കേട്ടോ. ഇതിലും ബെറ്ററാക്കി ചെയ്യാൻ വളരെ നന്നായിട്ട് പറ്റും. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ പശ തേക്കാൻ ഉദ്ദേശിക്കുകയാണ്. അത് 2-3 ദിവസമായിട്ട് എടുക്കാത്ത കാരണം കൊണ്ട് ഒട്ടിപ്പോയി. 2-3 ദിവസമല്ല, നമ്മളിപ്പോൾ ഈ പശ യൂസ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ഉണങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ പൊളിച്ചിട്ട് ഞാൻ തേച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ 4 വശത്തും നന്നായി പശയൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കളർ പേപ്പേഴ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 4 വശം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഓരോ തവണ ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒട്ടാത്തത് ഇങ്ങോട്ട് കുടഞ്ഞിട്ടെടുക്കും, പിന്നെ അതിൽ വെച്ച് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ സെറ്റാക്കി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എക്സ്ട്രാ ഒരു ബ്ലൂ പേപ്പർ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. അത് വെച്ചിട്ട് ഒരു ഫ്ലവർ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എനിക്കതങ്ങോട്ട് ശരിയാവണില്ല. എന്നാലും കാഴ്ചയിലൊരു ഫ്ലവറിൻ്റെ ഒരു രൂപമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ.
അങ്ങനെ കുറേ ടൈമിന് ശേഷം ഇത് ഞാൻ സിമ്പിളാക്കി ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. ഇതിനും അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ഒട്ടിച്ചതിന് ശേഷം ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണാൻ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.